വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീട്ടമ്മമാർക്ക് എങ്ങനെയാണ് PSC പഠനം സുഗമമാക്കുന്നത് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവർ അവരുടെ സിലബസ് കംപ്ലീറ്റ് ആക്കാനുള്ള ഈസി മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ പറയുകയാണ് കേട്ടോ. ഞാനൊരു വീട്ടമ്മയാണ്, അപ്പം ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസമായി കേട്ടോ. 4 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം 100 സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല, പക്ഷേ എന്നാലും ഞാനിടുന്ന എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഒരുപാട് പരിമിതികൾ ഉണ്ടാവില്ലേ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എല്ലാ ദിവസമൊന്നും പഠിക്കാൻ പറ്റിക്കോളണം എന്നില്ല. ചില ദിവസങ്ങളിൽ 1-2 മണിക്കൂർ മാത്രമേ ഉള്ളൂ പഠിക്കാൻ പറ്റുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ടെൻഷനാണ് എങ്ങനെയാണ് എക്സാം ആകുമ്പോഴേക്കും ഞാൻ സിലബസൊക്കെ തീർക്കുക എന്നുള്ളത്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചിന്ത തന്നെയാണ്. ഞാൻ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഈവൻ ഇപ്പോഴും എനിക്ക് ആ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് വീട്ടുജോലിയും പിന്നെ എല്ലാ ജോലികളും കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ടയേർഡായിരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അവർ. അപ്പോൾ ഈ വീട്ടമ്മമാർ പഠിക്കാനുള്ള സമയം അവരെന്നെ കണ്ടെത്തണം. പിന്നെ നമുക്ക് സിലബസൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ളൊരു ഞാൻ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് കേട്ടോ. നമ്മളെ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ഒരുപാട് ഫ്രീ PSC ക്ലാസ്സസ് അവൈലബിൾ ആണ്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളതൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരിക്കും യൂട്യൂബിൽ. അപ്പോൾ നമ്മളതൊക്കെ കണ്ടെത്തിയിട്ട് ഓരോ ദിവസം ഇന്നത് പഠിക്കണം എന്നുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളത് ഓരോ ടോപ്പിക്കിൻ്റെയും വീഡിയോ ക്ലാസ്സസ് യൂട്യൂബിൽ നോക്കിയിട്ട് എപ്പോഴും നമ്മളെ ഭൂരിഭാഗം ടൈമും എവിടെയാണ് ഉണ്ടാവുക? കിച്ചണിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് കിച്ചണിൽ ചെയ്യുമ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കേട്ടാലൊന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ പറയാം. ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നമുക്ക് അത് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അതിന്നൊരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും നമ്മൾ PYQ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ ഓപ്ഷനും കൂടി ആകുമ്പോൾ നമുക്ക് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫലം ഉണ്ടായിരിക്കും കേട്ടോ. അതിന് ഒരു എക്സാമ്പിളാണ് കേട്ടോ. എനിക്ക് പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസം ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ദിവസം ഈ ടോപ്പിക്ക് പഠിക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ പോകും ഞാൻ കിച്ചണിലേക്ക് കേട്ടോ. അപ്പം എന്നിട്ട് ആ ടോപ്പിക്കുകൾ ആവർത്തിച്ച് ഞാനത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ ഞാൻ മുന്നേ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ നോട്ടൊന്നും നോക്കാനുള്ള ആ ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ക്ലാസ്സാണ് ഫുള്ളായിട്ട് കേൾക്കാറ്. അപ്പോൾ ഞാൻ എക്സാമൊക്കെ അടുപ്പിച്ച് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ആ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഒന്നും കൂടെ ആ കണ്ടൻറ്റുകളൊക്കെ ഒന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷനും കൂടെ കാണുമ്പോൾ എന്തായാലും കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ വർഷങ്ങളൊക്കെ വരുമ്പോൾ
ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ കേരള ഹിസ്റ്ററിയും ഒക്കെ അതിലൊക്കെ ഒരുപാട് വർഷങ്ങൾ വരുന്നുണ്ട് അല്ലേ. പിന്നെ ഒരുപാട് എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസൊക്കെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഏരിയയിൽ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അതായത് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ചെയ്യുന്ന റെമഡികളാണ് കേട്ടോ അത്. ഞാൻ ചുമരുമല്ല, ഞാൻ വാതിലിൻ്റെ പിന്നിലൊക്കെ ഞാൻ അങ്ങനെ സ്റ്റിക്കി നോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കും കേട്ടോ. എനിക്ക് കിട്ടാത്ത പോർഷൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും നമ്മൾ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും, നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. പിന്നെ ഞാൻ പഠിക്കാനിരിക്കുന്ന ടൈം രാവിലെ ഒന്നും നമുക്ക് എപ്പോഴൊന്നും അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുന്ന ടൈം 12 മണി അല്ലെങ്കിൽ 11 മണി കേട്ടോ. 11 മണിക്ക് തുടങ്ങിയാലുള്ളൊരു 12 മണി ആകുമ്പോഴേക്കും ഇരിക്കാൻ പറ്റുക. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അപ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ടൈം ചൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലവർക്ക് രാത്രിയിൽ നന്നായിട്ട് ഉറക്കം വരുന്നവരുണ്ടായിരിക്കും, പിന്നെ ക്ഷീണം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാതെ വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ പഠിത്തത്തിലേക്ക് മാത്രം പഠിത്തം, അതായത് നമുക്ക് ആ ഒരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പ്രതിസന്ധിയും നമുക്ക് ഈസി ആയിട്ട് തരണം ചെയ്യാം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിത്തത്തിനായിട്ട് നമ്മൾ ടൈം കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ മുന്നിൽ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഒരു വിജയം നമുക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ സമയം കണ്ടെത്തി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എക്സാം ആകുമ്പോഴേക്കും സിലബസ് കുറച്ചെങ്കിലും കവർ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. താങ്ക്